സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് ആപ്പിൽ നമുക്കൊരു പേഴ്സണൽ ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല. ഞാനൊരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ പാസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ ക്രൈറ്റീരിയ നോക്കിയിട്ട് വേണം ഈ ലോൺ എടുക്കാൻ. അതായത് നമുക്ക് പ്ലേ സ്റ്റോറിലും കിട്ടും, നമ്മളെ സ്വിഗ്ഗി ആപ്പിലും കിട്ടും. ജിഫി എന്നാണ് ആപ്പിന്റെ പേര്. ഒരു മണി വ്യൂവിന്റെ ഒരു ആപ്പാണ്, RBI റെഗുലേറ്റഡ് ആണ്. ഞാൻ പേഴ്സണലി ഈ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആർക്കൊക്കെ എടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ജിഫി ലോൺ എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി നേരിട്ട് തരുന്ന ലോൺ അല്ല. അതായത് സ്വിഗ്ഗി കമ്പനിയും വേറെ ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് പാർട്ണർഷിപ്പ് കാണും. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ ലോൺ അപ്രൂവ് ആക്കണോ, അതായത് നമ്മളെ EMI എത്ര, നമ്മളെ ടെന്യൂർ എത്ര, നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം തീരുമാനിക്കുന്ന അവരാണ്. ഇപ്പോൾ സ്വിഗ്ഗി എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ലോൺ പാസ്സാവോ ഇല്ലേ, നമുക്ക് എത്ര എമൗണ്ട് കിട്ടും, നമ്മൾ എത്രയായിട്ട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നു, നമ്മളെ ഏണിങ്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളെ എത്ര എമൗണ്ട് നമുക്ക് പാസ്സാക്കണമെന്ന് അവർ തീരുമാനിക്കുന്നത്. ആർക്കൊക്കെ എലിജിബിൾ ആകുമെന്ന് പറഞ്ഞാൽ എല്ലാ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് ഡെലിവറി പാർട്ട്നേഴ്സിന് ഈ ലോൺ കിട്ടത്തില്ല. കുറച്ച് കാലമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തിരിക്കണം. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ഏണിങ്സ് വേണം. നമുക്ക് നല്ല ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ക്യാഷ് ഡിഡക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മന്ത്ലി അവർക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ പാൻ, ആധാർ വെരിഫൈ ചെയ്തിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം. സിബിൽ സ്കോർ നല്ല സിബിൽ സ്കോർ ആയിരിക്കണം. ഇല്ലെങ്കിൽ അവർ അത് റിജക്ട് ചെയ്യും, ആ ലോണിന് അപ്രൂവ് ചെയ്യത്തില്ല. ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് അവർക്ക് ലോൺ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ എമൗണ്ട് ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഒരാൾക്ക് ഇത്ര എമൗണ്ട് കിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ ഏണിങ്സും അവർ വർക്ക് ചെയ്യാൻ്റെ ഇതും എല്ലാം നോക്കിയിട്ടായിരിക്കും അവർ ലോൺ അപ്രൂവ് ചെയ്യണം. ഇതെങ്ങനെയാണ് അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് ആപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്ക്രീൻ ഉണ്ട്, നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് അവർ 49,000 പറയുന്നത്. അതൊന്നും നമുക്ക് കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വിഗ്ഗിയിൽ എത്ര കാലമായിട്ട് ഓടുന്നു, നമ്മളെ ഏണിങ്സ് കൂടുതലാണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്ര ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട്, നമ്മൾ മാസം എത്ര അടവ് വെച്ച് അടയ്ക്കണം, നമ്മൾ എത്ര മാസമാണ് അടയ്ക്കേണ്ടത്, ഇൻട്രസ്റ്റ് റേറ്റ് എത്ര, ഇതെല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ള് വായിച്ചിട്ട് വേണം ഇതിൽ അപ്ലൈ കൊടുക്കാൻ. അടുത്തതെന്ന് പറയുന്നത് ലോൺ അപ്രൂവൽ എത്ര സമയം എടുക്കുന്നതാണ്. നമ്മൾ ശരിയായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എമൗണ്ട്. ചിലപ്പോൾ രാവിലെയാണ് കൊടുത്തെങ്കിൽ ഉച്ചയ്ക്കോ രാത്രിക്കുള്ളിൽ മാക്സിമം ക്രെഡിറ്റ് ആവും നമ്മുടെ അക്കൗണ്ടിൽ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം തൊട്ട് 3 ദിവസം വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലർക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ കിട്ടും, ചിലർക്ക് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എമൗണ്ട് കിട്ടുക. അത് ഓരോരുത്തരുടെ ബേസ് ചെയ്തിരിക്കും എമൗണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. ഈ ലോൺ എടുക്കുന്നതിന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മളെ പ്രോസസ്സിംഗ് ഫീ എത്ര, നമ്മളെ GST, അതായത് നമ്മൾ എന്തെങ്കിലും ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ അതിന് എത്ര എക്സ്ട്രാ ഫൈൻ എത്ര അടിക്കും, അതുപോലെ നമ്മൾ ലോൺ നേരത്തെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര എന്തെങ്കിലും എക്സ്ട്രാ ചാർജസ് ഉണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ കൊടുക്കാൻ. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വൃത്തിയായി ആപ്പിൽ വായിച്ചു നോക്കുക. എല്ലാം വായിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങളിത് അപ്ലൈ കൊടുക്കാവൂ. ഈ ലോൺ എപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ നമ്മളെ ബൈക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ്, നല്ലൊരു എമൗണ്ട് വേണം, അപ്പോൾ നമ്മൾ എടുക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ നമ്മളെ കുടുംബത്തിൽ എന്തെങ്കിലും അത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ അങ്ങനെ ഒരു ലോൺ എടുക്കുന്നതിന് പ്രശ്നമില്ല. അനാവശ്യമായിട്ട് ലോൺ എടുക്കരുത്. ചിലർ കഴിഞ്ഞാൽ അവരെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. ചിലർ ടൂർ പോകാൻ വേണ്ടി ലോൺ എടുക്കുന്ന ടീമുകളുണ്ട്. ചിലർ വേറെ ലോൺ അടയ്ക്കാൻ ഇതിൽ നിന്ന് ലോൺ എടുത്ത് അതിൽ അടയ്ക്കുന്നവരുണ്ട്. പിന്നെ എക്സ്ട്രാ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ അനാവശ്യമായിട്ട് ലോൺ എടുക്കരുത്. ലോൺ എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. നമുക്ക് ആ ദിവസം ഇതായി പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഗവൺമെൻറ് ജോലി വരെ നമുക്കൊരു സ്ഥിരതയുള്ള ജോലിയല്ല. നമ്മൾ സ്വിഗ്ഗി ജോലി എന്ന് പറയുന്നത് നമ്മൾ ഓടുന്ന അനുസരിച്ചുള്ള പൈസയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അന്ന് ഓടിയില്ലെങ്കിൽ കാശില്ല. അപ്പോൾ ഇവർ നമ്മൾ ഓടുന്ന അനുസരിച്ച് ആഴ്ചയിൽ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ആ ലോണിലെ ആപ്പിൽ നമുക്ക് പിടിച്ചിടും. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് ഇട്ടാൽ മതി എമൗണ്ട്. പക്ഷെ നമ്മളെ അക്കൗണ്ടിൽ നമ്മളെ എമൗണ്ട് വേണം. 10-ാം തീയതി തൊട്ട് 15-ാം തീയതിക്കുള്ളിൽ നമ്മളെ അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫൈനൊക്കെ വരും. പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും. ഞാൻ ഒരു 20,000 രൂപ ഇതിൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് 20,000 രൂപ അപ്ലൈ ചെയ്തതിൽ എനിക്കൊരു 18,600 സംതിങ് ആണ് കിട്ടിയത്. ബാക്കി 1000 സംതിങ് പ്രോസസ്സിങ് ഫീ പോയി അവരുടെ. പിന്നെ നമ്മളിത് അടച്ച് വരുമ്പോൾ 1,732 രൂപ നമ്മൾ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ആകെ മൊത്തം 20,000 രൂപ എടുത്തെങ്കിൽ 21,732 ആയിട്ട് എന്തോ അടയ്ക്കണം നമുക്ക്. അപ്പോൾ എല്ലാം കൂടി 13,000 രൂപ പ്രോസസ്സിംഗ് ഫീ എല്ലാം കൂടി നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് 5 മാസത്തേക്കാണ്. അപ്പോൾ ആദ്യത്തെ മാസം ഞാൻ 4,372 രൂപയാണ് അടച്ചത്. പിന്നെ 4,336 വെച്ച് 3 മാസം. പിന്നെ ലാസ്റ്റ് മാസവും ചെറിയ ഡിഫറൻസ് ഉണ്ട്, 4,352 വരുന്നത്. അപ്പോൾ ആദ്യത്തെ മാസവും 5-ാം മാസവും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്, 10-30 രൂപയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയുള്ള ദിവസം 4,336. അങ്ങനെ 10-ാം തീയതി തൊട്ട് 15-ാം തീയതിക്കുള്ളിൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ വേണം. ഇല്ലെങ്കിൽ ഇവർ ഇതിൽ നിന്ന് എക്സ്ട്രാ ഫൈനൊക്കെ ഈടാക്കും. അപ്പോൾ കൃത്യമായിട്ട് അടച്ചു പോയില്ലെങ്കിൽ നമ്മളെ സിബിൽ സ്കോറിനെ ബാധിക്കും. നമുക്ക് ഒരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് സിബിൽ സ്കോറൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോണൊക്കെ വേണമെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ടും ആയിരിക്കണം. അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ
എല്ലാം കൂടി തകടം മറിയും അത്. അതുകൊണ്ട് എല്ലാ മാസവും നമ്മൾ അടച്ചു പോകേണ്ടി വരും. 5 മാസമെങ്കിൽ 5 മാസവും നമ്മൾ അടച്ചു പോകണം. ഞാൻ ഇപ്പോൾ തന്നെ 2 മാസമായി, ഇനി 3 മാസം കൂടി ഉണ്ട് നമുക്ക് അടവ്. അപ്പോൾ അത് കൃത്യമായിട്ട് അടച്ചു പോയാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഈ ലോൺ അപ്ലൈ ചെയ്യാൻ. ജിഫി ലോൺ ആപ്പിൽ കാണിക്കുന്ന EMA, ടെന്യൂർ, ഇൻട്രസ്റ്റ് റേറ്റ് ഇതെല്ലാം കൃത്യമായിരിക്കും. നിങ്ങൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ആപ്പിൽ എന്താണോ കാണിക്കുന്നത് അതാണ് അന്തിമമായിട്ടുള്ള തീരുമാനം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം വെച്ച് നിങ്ങൾ ലോൺ എടുക്കാൻ നിൽക്കരുത്. ഇതൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ളും വായിച്ചിട്ട് വേണം നിങ്ങൾ ലോൺ അപ്ലൈ കൊടുക്കാൻ. അനാവശ്യമായിട്ട് ലോൺ എടുക്കരുത്, അത് വലിയ കടബാധ്യതകളിലോട്ട് പോകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.